ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെക്കൻ കേരളത്തിൽ യു.ഡി.എഫ് തരംഗം. ആറ്റിങ്ങലും തിരുവനന്തപുരവും സ്വന്തമാക്കാനുള്ള ബി.ജെ.പി തന്ത്രം പൊളിഞ്ഞു. ആറ്റിങ്ങൽ ഒഴികെയുള്ള മണ്ഡലങ്ങളിൽ വലിയ ഭൂരിപക്ഷത്തിനാണ് യു.ഡി.എഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് നേടിയ മുന്നേറ്റം 2024 ആവർത്തിച്ചതായി കണക്കുകൾ പറയുന്നു. പത്തനംതിട്ട വിജയിച്ച ആന്റണി ഇത്തവണ 66,064 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ലോക്സഭയിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ തവണ 44,243 ഇത്. കൊല്ലത്ത് RSP നേതാവ് NK പ്രേമചന്ദ്രൻ 1,48,655 വോട്ടുകൾ ലീഡ് ചെയ്ത് 2019 ഭൂരിപക്ഷം നിലനിർത്തി. അതേസമയം തിരുവനന്തപുരത്തെ 2 മണ്ഡലങ്ങളിലെയും ആദ്യഘട്ട വോട്ടെണ്ണൽ യു.ഡി.എഫിനെ ആശങ്കയിലാക്കി. തിരുവനന്തപുരം മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെ വെറും 16,077 വോട്ടിനാണ് ശശി തരൂർ മറികടന്നത്. എന്നാൽ കഴിഞ്ഞ തവണ ശശി തരൂർ 99,986 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയിരുന്നു. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അടൂർ പ്രകാശ് 1,708 വോട്ടുകൾക്കാണ് ലോക്സഭയിൽ വീണ്ടും എത്തിയത്. LDF സ്ഥാനാർത്ഥി വി ജോയ്ക്കെതിരെ ഫോട്ടോ ഫിനിഷിലാണ് അടൂർ പ്രകാശ് ജയിച്ചത്. ഈ മണ്ഡലത്തിൽ BJPയും അധികം വോട്ടുകൾ നേടി. എന്നാൽ മണ്ഡലങ്ങളിൽ പ്രതീക്ഷ വച്ച BJP തന്ത്രം പൊളിഞ്ഞു. CPMനും കനത്ത തിരിച്ചടി നൽകുന്നതായിരുന്നു UDF ജയം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.